ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ചായ ധൈര്യമുണ്ടോ സമ്പത്ത് മുഴുവൻ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കാൻ? കണ്ടോ, അത് പറഞ്ഞപ്പോ ഉറങ്ങിക്കൊണ്ടിരുന്നില്ല, അപ്പം ഞെട്ടി എഴുന്നേറ്റു. ധൈര്യമുണ്ടോ എഴുതി കൊടുക്കാൻ? ഇല്ല. കണ്ടോ, മക്കൾ പറഞ്ഞില്ല. അതിന് കാരണം എന്താ? മിണ്ടുന്നില്ല. അവര് നോക്കുന്നു, ഉറപ്പില്ലെന്ന്. കണ്ടോ, അതിന് കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവര്? സത്യത്തിൽ കണ്ടുകൊണ്ടാണ്. ഈയിടെ ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നത് കോതമംഗലത്ത്. 9 മക്കളാണ്, എല്ലാ അമേരിക്കയിലാണ്, പറന്നു വന്നിരിക്കുകയാണ്. കാരണം ടൗണിൽ തന്നെ 25 ഏക്കറാ കിടക്കുന്നത്. 25 ഏക്കർ ചുറ്റും നിൽക്കുക. ഡോക്ടർ പറഞ്ഞത് അങ്ങനെ നിൽക്കരുത്, മാറി നിൽക്കുക, കാറ്റ് കയറട്ടെന്ന്. ഇവന്മാര് ഡോക്ടർമാരും ചുറ്റും നിന്ന് ആഞ്ഞാഞ്ഞ് തിരുമുകയാണ് ബോധം തെളിയാൻ. കാരണം 25 ഏക്കറാണ് ടൗണിൽ കിടക്കുന്നത്. തിരുമ്മി ഇവിടുത്തെ തൊലിയൊക്കെ പോയി കേട്ടാ. തിരുമ്മിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പം കണ്ണു തുറന്നപ്പോഴോ 9 എണ്ണവും ചുറ്റും നിൽക്കുന്നു. അപ്പനോടത്ത് മക്കളെ ഒടുക്കത്തെ സ്നേഹം, സംസാര ശേഷിയൊക്കെ പോയായിരുന്നു. അപ്പം കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചാൽ എന്നതാ എഴുതാൻ. 9 എണ്ണവും കാറെടുത്ത് പുറത്തേക്ക് ഓടി 50 രൂപ 100 രൂപ പേപ്പർ മേടിച്ചുകൊണ്ട് വന്നു. ആദ്യം മേടിച്ചുകൊണ്ട് വന്ന 100 രൂപ പേപ്പർ മേടിച്ചിട്ട് അപ്പനെ എഴുതി, എനിക്ക് കക്കൂസി പോണം. അപ്പനറിയാം ഇതെങ്ങാനും ഒപ്പിട്ടാൽ ഞെക്കിക്കൊല്ലും. കറക്റ്റാണ്. അമ്മ നിങ്ങൾ എഴുതിയല്ല, നിങ്ങൾ എഴുതത്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ? മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? മനുഷ്യൻ കണ്ടുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അത് അപ്പനായാലും അമ്മയായാലും മക്കളായാലും. ദൈവം കണ്ടുകൊണ്ടല്ല, എല്ലാം തന്നുകൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചാക്കോച്ചേട്ടൻ ഉണ്ടെന്ന്. ചാക്കോച്ചേട്ടൻ നാട്ടിൽ ചുവടി നോക്കുന്ന മനുഷ്യനാണ്. ചുവടി നോക്കുന്ന ചാക്കോച്ചേട്ടനെ പിള്ളേര് പോലും വിളിക്കുന്ന എടാ ചാക്കോ, വാടാ ചാക്കോ, പോടാ ചാക്കോ. അങ്ങനെ ഇരുന്ന ചാക്കോച്ചേട്ടന് കേരള ലോട്ടറി 6 കോടി അടിച്ചു, ഓണം ബമ്പർ. എടാ ചാക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി ചാക്കോ സാറേ. വാടാ ചാക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി ചാക്കോ അങ്കിളെ. പോടാ ചാക്കോ എന്ന് വിളിക്കാൻ തുടങ്ങി ചാക്കോ അച്ചായ. അങ്കിളെ സാറേ അച്ചായ എന്ന് വിളിച്ചപ്പോ ചാക്കോ ചേട്ടൻ പറഞ്ഞു പറഞ്ഞേക്കാം. ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ചേട്ടനോട് എന്നാ ചോദിച്ചാൽ പറഞ്ഞേക്കാം. ചാക്കോ പറഞ്ഞടാ, ഈ നാട്ടിലെ ചവിട്ടുകാരനാ ഞാൻ. അന്ന് എന്നെ എടാ ചാക്കോ എന്ന് വിളിച്ചവനെ ഇന്ന് എന്നെ ചാക്കോ സാറേ എന്ന് വിളിക്കും. അവനെ എന്നെയല്ല വിളിക്കുന്ന, വീട്ടിലിരിക്കുന്ന പണത്തെയാ. ഞാൻ ആരോട് പറഞ്ഞോളാം? പണത്തോട്. മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ കണ്ടുകൊണ്ട് സ്നേഹിക്കും. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ഒരു പാന്റ് ഷർട്ടുള്ളായിരുന്നു സാറേ ആദ്യകാലത്ത്. ഈ സാമ്പത്തികമൊക്കെ തകർന്നപ്പോൾ അന്നൊക്കെ ഇതിട്ടുകൊണ്ട് ഒരാഴ്ച ഒന്ന് പ്രസവിക്കണം ധ്യാന കേന്ദ്രത്തിൽ. വൈകിട്ട് എല്ലാ ധ്യാന ഗുരുക്കന്മാരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കും, കഴുകി ഇത് ഫാനിന്റെ കീഴെ പിടിച്ച് ഉണക്കും. അപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടുന്ന ഒരാൾ ഇത് കണ്ട് അയാളിനോട് ചോദിച്ചു, തനിക്ക് ഒന്നേ ഉള്ളോ? തനിക്ക് ഉണക്കു വീടിയിലും മാത്രമുള്ളല്ല. ഞാൻ പറഞ്ഞു ഒന്നേ ഉള്ളൂ. പെട്ടെന്ന് അയാൾ ചോദിച്ചു, വിഷമം വല്ലതും ഉണ്ടോ? വിഷമമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു ഷർട്ടും പാൻറ്റും എടുത്തു തന്നെ എന്റെ വിഷമം മാറും. പക്ഷെ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, പ്രാർത്ഥിക്കാം. അമ്മച്ചി എന്താണ്? പ്രാർത്ഥിക്കാം. എനിക്ക് അച്ചായനോടൊരു വാക്ക് പറയാനുണ്ട്, ഒരു കാര്യം അമ്മയോടും പറയാനുണ്ട്. ആ വാക്ക് ആരോടും പറയരുത്. ഏത്? പ്രാർത്ഥിക്കും. ചോദിക്കണം, എന്തിനാ നീ കരയുന്നത്? ഞാനൊക്കെ അന്ന് ഓർത്തിട്ടുണ്ട്, ഒരു പാൻറ് ഷർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയണോ, ഒരു വർഷം കഴിഞ്ഞില്ല എന്നെ കർത്താവ് ദുബായിലെത്തിച്ചു. 1 മാസത്തെ ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം ഒരു മനുഷ്യൻ, അയാൾ എന്നെ ചെന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. 3-ാമത്തെ ദിവസം അയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മണ്ടയ്ക്ക്. എന്നിട്ട് പറഞ്ഞ് ഇഷ്ടമുള്ള ഷർട്ട് സെലക്ട് ചെയ്യാൻ. അവിടെ നിന്നപ്പോ ഞാൻ ഓർത്തു, ഒരു ഷർട്ടിന് വേണ്ടി. സത്യമാണ് സാറേ. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നാ? ദാരിദ്ര്യം സത്യത്തിൽ ദാരിദ്ര്യം ഒന്നും വീടില്ലാത്തതല്ല. കഴിഞ്ഞ നാളിൽ ഞാൻ കിടന്നത് ചങ്ങനാശ്ശേരി ഒരു പള്ളി ധ്യാനം. അച്ഛൻ എന്നെ കൊണ്ടേ കിടത്തിയ വീടോ, അയ്യോ എന്നാ വീടെന്നറിയോ. ഭക്ഷണമൊക്കെ തന്നിട്ട് അപ്പൻ പറഞ്ഞു, ബദറിനെ കൊണ്ട് 2-ാമത്തെ നിലയിൽ മൂത്ത മകനോട്. അവൻ എന്നെ 2-ാമത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. ബെഡിലേക്ക് ഷീറ്റം കൂടി വിരിച്ചു. ഞാൻ അതേ കയറിയിരുന്നു. താന്നുപോയിട്ട് 3 മിനിറ്റ് കഴിഞ്ഞാൽ പൊങ്ങി വന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ബെഡേൽ. ഷർട്ടും പാൻറ്റും മാറി ലുങ്കി ഷർട്ട് കൊടുത്തു. എന്നിട്ട് അവൻ കിടക്കുന്ന മുറിയിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നറിയോ? അവൻ നിലത്ത് കയറ്റുവ വിരിച്ചിട്ട് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താടാ നിലത്ത് കയറ്റുവായ വിരിച്ചിട്ട് കിടക്കുന്നത്? അവൻ പറഞ്ഞു, ബ്രദറേ, എന്റെ നട്ടലിന്റെ കശേരും അകലുവാണ്, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നിലത്ത് കയറ്റുവായ കിടക്കാൻ. അവനാണോ ദാരിദ്ര്യവാസി? ഞാനാണോ ദാരിദ്ര്യവാസി? അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് വീടില്ലാത്തല്ല, വീടുണ്ടായിട്ടും കിടക്കാൻ പറ്റുന്നില്ല, അതാണ് ദാരിദ്ര്യം. സമ്പത്തില്ലാത്തതല്ല. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി തന്നെ വൈകിട്ട് ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലാണ് ഭക്ഷണം. എന്തെല്ലാം സാധനങ്ങളാണെന്നറിയൂ. അപ്പൻ എന്നോട് ചോദിച്ചു, ബ്രദറിന് ഇതെല്ലാം കഴിക്കാവോ?
ഞാൻ പറഞ്ഞു എനിക്കിതെല്ലാം കഴിക്കാം. അപ്പം പറഞ്ഞു എനിക്കിതൊന്നും, എനിക്ക് ഓട്സ്. ഞാൻ നോക്കിയപ്പോ അപ്പച്ചന്റെ വായിക്കൂടെ കപ്പല് കണ്ടു. അതാണമ്മ ദാരിദ്ര്യം, അതാണ് ദാരിദ്ര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവത്തെ സ്വന്തമാക്കാത്ത മനുഷ്യരെല്ലാം ദരിദ്രരാണ്, സ്വർഗീയാപ്പനെ സ്വന്തമാക്കാത്തവരെല്ലാം. അതുകൊണ്ട് നമുക്ക് തമ്പുരാന്റെ തിരുമുമ്പിലേക്ക് വരാം, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവനെ സ്വന്തമാക്കാം. അവനുമായിട്ടൊരു വ്യക്തിബന്ധം നമുക്കുണ്ടാകട്ടെ.